വിവാഹം കഴിക്കാനായി ഒരു പങ്കാളിയെ തിരയുകയാണോ? എന്നാൽ ഫ്ലാഷ് വെഡിംഗ് എന്ന പേരിലുള്ള തട്ടിപ്പ് വിവാഹങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. വിവാഹം വൈകുന്നതിൽ നിരാശരായ അല്ലെങ്കിൽ അവിവാഹിതരായ പുരുഷന്മാരെ ലക്ഷ്യമിട്ടാണ് ഈ തട്ടിപ്പ് കൂടുതലായി നടക്കുന്നത്. മാച്ച് മേക്കിംഗ് ആപ്പുകളെയോ ഏജൻസികളെയോ ആശ്രയിക്കുന്ന യുവാക്കൾ പരിചയപ്പെടുന്നത് ഏജൻസികൾ തന്നെ പ്രതിഫലം നൽകി ഏർപ്പെടുത്തിയ യുവതികളെ ആയിരിക്കും. ഏതാനും ദിവസം ഡേറ്റിംഗ് നടത്തിയ ശേഷം ഇവർ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. പിന്നാലെ യുവാക്കളിൽ നിന്ന് വലിയൊരു തുക ഇവർ സ്ത്രീധനമായി കൈപ്പറ്റും. വിവാഹശേഷം ദിവസങ്ങൾക്കുള്ളിൽ യുവതികളിൽ ചിലർ അപ്രത്യക്ഷരാവുകയും മറ്റു ചിലർ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വിവാഹമോചനം നേടുകയും ചെയ്യും. ഇത്തരത്തിൽ താൽക്കാലിക വധുവാകാനെത്തുന്ന യുവതികൾക്ക് 3 ലക്ഷം യുവാൻ അഥവാ 35 ലക്ഷം രൂപ വരെ പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം. ഈ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചൈനയിലാണെന്ന് വിവിധ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നു. ഓഗോയുവാൻ മേഖലയിൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ 180 മാച്ച് മേക്കിംഗ് തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ചൈനയിലുള്ള ചില മാച്ച് മേക്കിംഗ് കമ്പനികൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പങ്കാളിയെ കണ്ടെത്താൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നതാണ് ഇത്തരം തട്ടിപ്പിന് കാരണമെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. തട്ടിപ്പ് മഹാമാരി പോലെയാണ്. ഇപ്പോൾ അങ്ങ് ചൈനയിലാണെങ്കിലും നമ്മുടെ നാട്ടിലെത്താനും അത്ര സമയമൊന്നും വേണ്ട. എന്തായാലും ഒന്ന് കരുതിയിരുന്നോളൂ.